നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് അവരുടെ ജീവിതത്തിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, കറൻറ്റ്ലി അവരുടെ ലൈഫിൽ അവർ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്താണെന്നാണ് നോക്കുന്നത്. അതുപോലെ തേർഡ് പാർട്ടി എനർജി എന്തുമാവാമല്ലോ ഒരു വ്യക്തിയുടെ ലൈഫിൽ. തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള കറൻറ്റ് സാഹചര്യം എങ്ങനെയാണെന്നുകൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യണം. റെസണേറ്റ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് അക്യുറേറ്റ് ആവുന്ന നല്ലൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിലും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തു മാറ്റമാണ് വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിൽ നിങ്ങളുടെ റിലേഷൻ പോകണമെന്നാണോ ആ രീതിയിൽ നിങ്ങൾ മനസ്സിൽ ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അഫർമേഷൻസ് കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലൂടെ ഇപ്പം കറൻറ്റ്ലി നിങ്ങളുടെ റിലേഷൻ കടന്നു പോകുന്നതിൽ, അതായത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ അഫർമേഷൻസ് എഴുതണം. അത് ബുക്കിൽ എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് നേടുക. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പം സംഭവിക്കുന്നത്, ശരിക്കും സംഭവിച്ചത്, ഇനി വരാൻ പോകുന്നത് എന്താണ്, അങ്ങനെ നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും അത് ചെയ്യുക. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് കണക്റ്റ് ചെയ്തെടുത്ത് നല്ലൊരു ക്ലാരിറ്റി വരുത്താം. ഇതെന്താണ് ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങൾ, ഇതുപോലെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കർമ്മഫലമാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനും സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇപ്പോൾ കറൻറ്റ്ലി അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ട്രോമ എനർജിയാണ് കേട്ടോ. ട്രാജഡിയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അവരാൽ ബന്ധിക്കപ്പെട്ട് അവർ സെൽഫായിട്ട് ബന്ധന അവസ്ഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജികളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു മെയ് മാസത്തിൻ്റെ എനർജി മാത്രമാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. സോഡിയസ് സൈനൊക്കെ നെക്സ്റ്റ് ദിവസങ്ങളിൽ ഞാനത് കണക്റ്റ് ചെയ്ത് ക്ലിയർ വരുത്തിയിട്ട് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഞാൻ കമൻറ്റിൽ ഇടുന്ന എല്ലാം മനൊക്കെ കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തു വരാം. ചിലതൊക്കെ നമുക്ക് കുറച്ച് കാലതാമസം എടുക്കും. വീഡിയോയിലൊക്കെ വന്നിരുന്ന് റീഡിങ്സ് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ഇപ്പം അസാധ്യമായ കാര്യമാണ്. കാരണം എൻ്റെ ജോബിനെ സംബന്ധിച്ച് ഞാൻ 24 അവേഴ്സും വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ആ ടൈമിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാവുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത് കേട്ടോ. അതിൻ്റെയൊക്കെ ടൈം വരുന്നു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാം. 8 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്ത സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് അബണ്ടൻസിനെ, അല്ലെങ്കിൽ അവരുടെ ജീവിത വിജയത്തെ അവർ ഫോക്കസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. സ്നേഹം, ബന്ധങ്ങളിലൊന്നും ഇവർക്കിപ്പോൾ വലിയ വാല്യൂ കൊടുക്കാൻ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ അതല്ല ലൈഫെന്ന് തോന്നി തീർച്ചയായിട്ടും അവർ വിട്ടുപോയതായിട്ട്, മൂവ് ഓൺ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവർ നിന്ന സിറ്റുവേഷൻസ് എവിടെയാണോ നിങ്ങളോടൊപ്പം ആണെങ്കിലും അവരുടെ ജീവിതം മറ്റ് സാഹചര്യങ്ങളിലേക്കാണെങ്കിലും ഇമോഷണലി ഇവർക്ക് ശക്തമാകുന്ന ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. വിശ്വസിച്ച പലയിടത്ത് നിന്നും ഇവർക്ക് വളരെയധികം മൈൻഡ് ലോസിങ്, അവർക്ക് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ട്രോമാസുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇമോഷണൽ പരമായിട്ട് ഇവർ നേരിട്ടിട്ടുള്ള വ്യക്തികളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, കറൻറ്റ്ലി ഇവർ ബ്ലെസ്സിങ്സ്, അതായത് ശക്തമാകുന്നൊരു വിജയത്തെ, ഒരു വാശിയോടുകൂടി ഒരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇവരുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട്.
ഒരു പക്ഷേ നിങ്ങളെ ബേസ് ചെയ്തോ മറ്റേതെങ്കിലും കാരണങ്ങളെ ബേസ് ചെയ്തോ ഇവർക്ക് ആരുടെയൊക്കെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആരുടെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ, അതല്ലെങ്കിൽ അവരെ വഴിതിരിച്ചു വിടാൻ ഇവർ വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നും ഇവർക്ക് മോശമാകുന്ന ചില ഇൻസിഡൻറ്റ് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ ബേസ് ചെയ്തോ മറ്റ് സാഹചര്യങ്ങളെ ബേസ് ചെയ്തോ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളെ കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസം ഈ ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുത്തി ഈ ഒരു പേഴ്സൺ ഇമോഷൻസിനെ ഒഴിവാക്കി പോയി എന്നുള്ളതുപോലെ തന്നെ മറ്റേതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്നും ഇവർക്ക് അതുപോലുള്ള ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടു കൂടി നിന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഇൻവോൾവ് ആയതിൻ്റെ ഫലമായിട്ട് നഷ്ടം നേരിടേണ്ടി വന്നു. ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് അവരിപ്പോൾ കറൻറ്റ്ലി കടന്നു പോകുന്നത്. അതായത് അവരെല്ലാം ഉപേക്ഷിച്ച് ഒരു ശക്തമാകുന്ന വിജയത്തെ ഫോക്കസ് ചെയ്ത്, അതായത് ഇവർക്ക് സ്വയം എന്തൊക്കെയോ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത ഇവരിലേക്ക് വന്നു. അതൊരു നെഗറ്റീവ് ഗൈഡൻസ് ആണ് അവരെ തകർത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പൂർണ്ണതയില്ലാതെ അവർ പാസ്റ്റിൽ നിന്ന ഒരു സ്ഥലത്തും അവർക്കൊരു പൂർണ്ണതയില്ലാതെ അവർ മൂവ് ഓൺ ചെയ്തു പോയതായിട്ടാണ് കാണുന്നത്. പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിരിക്കും വലിയൊരു ശക്തമാകുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഒരു സക്സസ് എനർജി, ഹെൽത്ത്, വെൽത്ത്, അങ്ങനെ എല്ലാ രീതിയിലും അവർ ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അതുപോലെ കരിയർപരമാകുന്ന ആക്ഷൻ എടുക്കുന്നതിൽ കരിയറിനെ ബേസ് ചെയ്തൊക്കെ ഇവർക്ക് വലിയൊരു ശക്തമാകുന്ന ഒരു മിറാക്കിൾ ഇവരുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പാസ്റ്റിൽ നിന്നും അവരെവിടെയാണോ ഉണ്ടായിരുന്നത്, നിങ്ങളോടൊപ്പമാണെങ്കിലും മറ്റേത് സിറ്റുവേഷൻസിലാണെങ്കിലും അവിടെ നിന്നും അവർ പുറത്ത് കടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് ഒന്നും നേടാൻ പറ്റാതെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പ്രതീക്ഷയുണ്ട്, പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കാര്യവും അവരുടെ ലൈഫിൽ കറൻറ്റ്ലി സംഭവിക്കുന്നില്ല. കാലതാമസമാണ്, ഡിലേ എനർജിയാണ് അവരാഗ്രഹിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും. അത് ഇമോഷണലി ആണെങ്കിലും മറ്റു കരിയർ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ മുന്നിൽ വന്നു. അവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് അവരൊരുപാട് പ്രതീക്ഷയോട് കൂടി നിങ്ങളിൽ നിന്നാണെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ വിശ്വാസത്തോടു കൂടി ഒരു സക്സസ് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് നിങ്ങളിൽ നിന്നടക്കം ഈ ഒരു വ്യക്തി പിന്മാറിയതായിട്ട് കാണുന്നു. പക്ഷെ അതെല്ലാം ഒരു മായാവലയത്തിൽപ്പെട്ട പോലെ, അതായത് ഒന്നും സ്ഥിരതയുള്ളതോ പോസിറ്റീവായതോ ആയ ഒരു കാര്യങ്ങളുമല്ല ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്ത് നിന്നതെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡിലേ എനർജിയാണ്. ഇപ്പോഴും അവർ സ്തംഭന അവസ്ഥയിലാണ്, വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. തിരിച്ച് പാസ്റ്റിലേക്ക് വരാനും പറ്റുന്നില്ല. അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒന്നും തന്നെ കാണുന്നുമില്ല. ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അവരിൽ കാണുന്നില്ല. ഒരു മോശം സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർക്കൊരു നെഗറ്റീവ് അന്തരീക്ഷം, നെഗറ്റീവ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സ്തംഭന അവസ്ഥയാണ്. വല്ലാത്ത ഒരു ട്രോമ എനർജിയിൽ തന്നെയാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തെയാണ് കാണുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ നിരാശയുണ്ട്. കയ്യിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ള അവസ്ഥയിൽ ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം പാളിപ്പോയി. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബന്ധങ്ങളെ ബേസ് ചെയ്തുള്ള, ശരിക്കും അവർ സ്വയം ചിന്തിക്കുകയാണ്, അവർ ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് റോങ് സിറ്റുവേഷൻസ് ആണ്. അവർക്ക് ഫെയിലിയർ സംഭവിച്ചു. അവർ മൂവ് ഓൺ ചെയ്ത്, നിങ്ങളിൽ നിന്നാണെങ്കിലും മൂവ് ഓൺ ചെയ്ത്, പാസ്റ്റിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയത് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തത് ശരിക്കും ഒന്ന് ആലോചിക്കാതെ പെട്ടെന്ന് ആക്ഷൻ എടുത്തത് തെറ്റായി പോയി എന്നുള്ളതും അവർ വളരെ ശക്തമായിട്ട് കറൻറ്റ് സമയം ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം മോശം സമയമാണ്, തോൽവിയുടെ ഒരു സമയമാണ്. ശരിക്കും അവർ പരാജയപ്പെട്ടാണ് കേട്ടോ കറൻറ്റ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്.
ശക്തമായ നിരാശയുണ്ട്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് എനർജിയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കുറ്റബോധമാണ്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് ശക്തമായ നിരാശയുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പക്ഷേ കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവർ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ എടുത്ത ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർ കാണിക്കാത്ത ഒരു പൂർണ്ണതയെക്കുറിച്ച് ചിന്തിച്ചും അവർക്ക് ചെറിയൊരു നിരാശ, ഒരു ഫെയിലിയർ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി ഒരു തോറ്റു നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഇവരുടെ കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നോ കോണ്ടാക്റ്റ് എനർജിക്കാരെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. പാസ്റ്റിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ, അവരെടുത്ത തീരുമാനങ്ങൾ എല്ലാം വളരെ തെറ്റായിരുന്നു എന്നും ഇവരിലാണ് പ്രോബ്ലംസ്, നിങ്ങളുടെ വ്യക്തിയിൽ തന്നെയാണ് തെറ്റ് സംഭവിച്ചതെന്നും വളരെയധികം ആലോചിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി വേണമായിരുന്നു കാര്യങ്ങൾ ചെയ്യാനെന്നും അവർ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഒരു വലിയ നഷ്ടം സംഭവിച്ച പോലെ, തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു നഷ്ടം സംഭവിച്ചതുപോലൊരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. കുറ്റബോധം അവരെ പിടികൂടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. കുറ്റബോധം കൊണ്ട് അവർ വല്ലാതെ മാനസിക വിഭ്രാന്തി അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഇപ്പം ബ്ലോക്കായിട്ട്. അതായത് ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരെ എന്താ പറയുക, ഒരു മൂർച്ചയേറിയ വാളുപോലെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും എല്ലാം കൂടി അവരെ സംബന്ധിച്ചൊരു തകർന്ന സിറ്റുവേഷൻസ്, ഒരു വല്ലാത്ത ഒരു ഇമോഷണൽ പെയിനിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം ഒരു സമാധാനമില്ല അവർക്ക്. അവരെല്ലാ കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസുകളിലെല്ലാം. എങ്കിൽ പോലും മനസ്സിന് സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ശരിക്കും ഇവരെ സംബന്ധിച്ചൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വൈസറിൻ്റെ ആവശ്യമുണ്ട്. അവർക്കൊരു നല്ലൊരു ഗൈഡൻസ് വേണമെന്നുള്ളൊരു തോന്നൽ അവരെ പിടിച്ചലട്ടുന്നുണ്ട് കേട്ടോ. അവർ മനസ്സുകൊണ്ട് അവർക്ക് ഒരു കാര്യത്തിലും പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. ശരിക്കും അവരൊരു സ്പിരിച്വാലിറ്റിയിലേക്ക്, കുറച്ചും കൂടി ഒരു ദൈവികമാകുന്ന എനർജിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക്, ഫാമിലി ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു മധ്യസ്ഥതയിലൂടെ ഈ കാര്യത്തിന് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ എന്നുള്ള ഒരു തോട്ട്സ്. അതായത് പ്രശ്നത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കണം. അവർ പരമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പം അവർക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കടക്കണം. അതൊരു മധ്യസ്ഥതയിലൂടെ ആയാലും മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടോടു കൂടി ആയാലും, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ പോലെ, ഒരു സ്പിരിച്വാലിറ്റിയെ പോലെ, ആത്മീയമാകുന്ന ഒരു മിറാക്കിൾ പോലെയാണെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിലെന്നുള്ളതാണ് അവർ കറൻറ്റ്ലി മനസ്സിൽ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്നതും. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു ബുദ്ധി വെച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ അവർ ഏകദേശം ഒരു ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്കൊക്കെ തിരിച്ചറിവിലേക്ക് വന്നു. പാസ്റ്റിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം അവർക്കൊരു ശ്വാസം മുട്ടുപോലെ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റില്ല എന്നും ഒരുപാട് കുറവുകൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ. അവർക്ക് എപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങളിൽ ഒരു കുറ്റം ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർക്കൊരു ആത്മസംതൃപ്തി കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഒരു രീതിയിലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം അവർ തന്നെ ഒരു മതിൽക്കെട്ട് രൂപീകരിച്ചതായിട്ട് പാസ്റ്റിലെ എനർജിയിൽ കാണുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാക്കിയിരുന്നു. അവർ ചിന്തിച്ച് അവർ കുറവുകൾ ഉണ്ടാക്കി. അത് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടും ഉണ്ടാവാം. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ താല്പര്യമില്ല, നിങ്ങളുടെ ക്യാരക്ടർ രീതി ഇഷ്ടമല്ല, നിങ്ങളുമായിട്ട് അവർക്ക് ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളോട് പല രീതിയിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വ്യക്തിയാവാം. ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് എവിടെയാണ് നല്ലത് എന്താണ് ചീത്തയെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഈ ഒരു വ്യക്തി പെട്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയിൽ മറ്റൊരു പേഴ്സൻ്റെ, അതായത് മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണുന്നത്. കരിയർ പാതയെ ബേസ് ചെയ്ത് തന്നെ മറ്റൊരു വ്യക്തിയുടെ ഒരു ഫോക്കസിങ് ഈ ഒരു പേഴ്സണിലുണ്ട്.
ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു ബന്ധത്തെ ബേസ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നു, അല്ലെങ്കിൽ ചിന്തകളിൽ അവരുടെ ആ ഒരു ചിന്തയിൽ ഇതിനെക്കുറിച്ചൊരു ഇത് വേണോ, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഫാമിലി എനർജിയിൽ പോലും തോന്നിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരാളുടെ ഒരു പ്രസൻസ് ആണ് അതിന് കാരണമാക്കി തീർത്തത് കേട്ടോ. എന്താണേലും കറൻറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു എന്താ പറയുക, അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടതൊരു സമാധാനമാണ്, ഒരു ഇമോഷണൽ അബണ്ടൻസും ഒരു നല്ലൊരു ഫാമിലി എനർജിയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു ലോങ് ടൈം സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. വീണ്ടും ഒരു ഒത്തുചേരുക എന്നുള്ളത്. സിംഗിൾ എനർജിയിലേക്ക് നോക്കിയാൽ മാരിയേജ് എനർജിയെക്കുറിച്ച് ഫാമിലിപരമായിട്ടുള്ള സപ്പോർട്ടോടു കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനകത്ത് സിംഗിൾ എനർജിക്കൊക്കെ ഫാമിലിയുടെ തടസ്സമുണ്ടെങ്കിൽ ഫാമിലിപരമാകുന്ന സപ്പോർട്ടും ഇതിനകത്ത് നമുക്ക് പറയേണ്ടി വരും. അവരുടെ ആ ഒരു സപ്പോർട്ടും വേണ്ടി വരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റാണ്, നിങ്ങൾ പവർഫുൾ ആണ് എന്നുള്ളത് നമുക്കിതിനകത്ത് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എനർജിയെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിത ശൈലിയിലാണെങ്കിലും ക്യാരക്ടർ എനർജിയിലാണെങ്കിലും നിങ്ങൾ ടോട്ടലി ഒരു പവർഫുൾ എനർജിയിലേക്ക് പോകുന്നു എന്നത് അവർ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിനി പിടിച്ചാൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻസിലുള്ള വ്യക്തിയല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, നിങ്ങളിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളൊരു പുതിയൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറുന്നു എന്നത് അവർക്കൊരു വല്ലാത്ത ഒരു ബന്ധനം പോലെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ മാറ്റം അവർക്ക് അസൂയയോടുകൂടി കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന കേട്ടോ, നിങ്ങളിൽ വരുന്ന ചില കാര്യങ്ങൾ. കാരണം അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്, പൂർണ്ണമായിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളോട് അവർക്കൊരു അസൂയ, ജലസി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, നിങ്ങൾ മനസ്സുകൊണ്ട് കരയുന്നുണ്ടെങ്കിലും നിങ്ങൾ പുറമെ വളരെ പെർഫെക്റ്റും സ്ട്രോങ്ങുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പം അവർക്കൊരു അത്ഭുതം പോലെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് ഇങ്ങനെ സന്തോഷകരമായിട്ട് പോകാൻ പറ്റുന്നത്. അതായത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളിൽ വരുന്ന മാറ്റം അവരെ സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു റീയൂണിയൻ എനർജി, ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സക്സസ് ആണ്, നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വല്ലാത്ത ഒരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളും അവരും തമ്മിലുള്ളൊരു എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും നിങ്ങളും ബന്ധനത്തിലൊക്കെ തന്നെയാണ്. നിങ്ങൾ സ്വയം ഒരു ബന്ധനാവസ്ഥയിലാണ്, കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട്, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കറൻറ്റ് സമയം പോകുന്നത്. പക്ഷെ പുറമെ നിങ്ങളും സ്ട്രോങ് ആണ്, വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളും ഇവരും തമ്മിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സിറ്റുവേഷൻസിലാണെങ്കിൽ, രണ്ട് ധ്രുവങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങൾ ഫേസ് ടു ഫേസ് ആണ് നിൽക്കുന്നത്. ആ വ്യക്തി ഇയാളിലേക്കും നിങ്ങളിലേക്കും ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ ആ വ്യക്തിയിലും ഫോക്കസ്ഡ് ആണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ അകലം, ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എനർജികൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു ട്വിൻ ഫ്ലെയിം ജേണി എന്നൊക്കെ പറയാൻ പറ്റും. ക്യാരക്ടർ എനർജിയിലൊക്കെ സെയിം എനർജിയാണ്. അതായത് അവരെത്രത്തോളം പവർഫുള്ളാണ്, അവരെത്രത്തോളം കോൺഫിഡൻസോടു കൂടി, ധൈര്യത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തികളാണോ, സെയിം എനർജി തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസിലും കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു കാർമിക സമയമുണ്ടായിരുന്നു. പാസ്റ്റിൽ നിങ്ങൾക്കൊരു കാർമിക സമയമുണ്ടായിരുന്നു. ഇപ്പം അത് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രാവലിംഗ് പ്രസൻസും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്റ്റൻസ് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കറൻറ്റ് എനർജിയിൽ, കറൻറ്റ് സിറ്റുവേഷൻസ് അവരുടെ എന്തായിരുന്നു എന്ന് നോക്കുമ്പം അവരെ സംബന്ധിച്ച് മറ്റൊരു ബന്ധനത്തിൽ അവരൊന്ന് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു
പ്രതീക്ഷ, അവർ ഫ്യൂച്ചറിൽ മറ്റൊരിടത്തേക്ക് ഒരു പ്രതീക്ഷ വെച്ചു മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് അവരുടെ ലൈഫിൽ തകർച്ച, അതായത് ഡിലേ എനർജിയിലേക്ക് കൊണ്ടുപോയി. അവർ പ്രതീക്ഷിച്ചതുപോലൊന്നും അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ എനർജിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണുന്നത് കേട്ടോ. തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ തേർഡ് സിറ്റുവേഷൻസിൽ അവരുടെ പാസ്റ്റിലേക്കാണ് തിരിഞ്ഞു പോയത്. അതായത് നിങ്ങളിൽ നിന്നും അവർ പോയത് ബാക്കിലേക്കാണ്, അവരുടെ പാസ്റ്റ് ലൈഫിലേക്കാണ് അവർ തിരിച്ചു പോയത്. ഒരു റീയൂണിയൻ പോലെ, ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിച്ചുകൊണ്ട്, സക്സസ് പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ കുടുംബ ബന്ധങ്ങളിലേക്കാണ് കേട്ടോ പോയത്. അതായത് പേരൻസിൻ്റെ എനർജിയുമായിട്ടാണ് അവർ കണക്റ്റഡ് ആയത്. അവരുടെ ഫാമിലി ലൈഫിലേക്ക്, അവരുടെ ആ ഒരു ബന്ധങ്ങളിലേക്കാണ് അവർ കണക്റ്റഡ് ആയി പോയത്. അവിടെ ഒരു എന്താ പറയുക, ഇവരുടെ പൂർണ്ണമാകുന്ന പ്രൊട്ടക്ഷൻ, ഇവരുടെ കെയറിങ് അവിടെ വേണ്ടി വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പ്ലസ് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പാസ്റ്റിലെ ഒരു ഇമോഷൻസ്, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു ബന്ധത്തിലേക്കും ചില വ്യക്തികൾ കണക്റ്റഡായി പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരുടെ പഴയ ഒരു സ്നേഹബന്ധത്തിലേക്ക്, ഒരു സോൾ കണക്ഷൻസിലേക്കും ചില വ്യക്തികളുടെ എനർജി റീയൂണിയൻ സംഭവിച്ച് നിങ്ങളോട് മൗനമായിട്ടൊന്നും പറയാതെ പോയ ഒരു എനർജിയും കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകട്ടോ. ഇപ്പോൾ ഇവിടെ അവർക്കിടയിൽ ആക്ഷൻ എടുത്തിട്ട് നല്ല മൃദുവായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് കറൻറ്റ് സിറ്റുവേഷൻസിൽ കാണുന്നത്. അവിടെ ബ്ലോക്കേജ് ആണ് കേട്ടോ, പവർ ലോസിങ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി, അത് ആ മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അവിടെ ഇരയാക്കപ്പെടുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ വ്യക്തിയെ മിസ്യൂസിങ് ചെയ്യപ്പെടുന്നു, അതായത് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മുതലെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രയോജനവും അവർ നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസുമായിട്ടില്ല. ചിലർക്ക് പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പിലേക്കും ചിലരെ സംബന്ധിച്ച് ഫാമിലിയിലേക്കുമാണ് ഈ ഒരു തിരിച്ചുപോക്കുണ്ടായത്. കംബാക്കിങ് എനർജിയാണ് കേട്ടോ, പാസ്റ്റിലേക്കാണ് തിരിച്ചു പോയത്, ഫ്യൂച്ചറിലേക്കല്ല നിങ്ങളുടെ വ്യക്തി പോയത്. കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു ഹാപ്പി മൂമെൻറ്റ്സ്, ചിലരെ സംബന്ധിച്ച് ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വന്നിരുന്നതാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയിൽ. മാര്യേജിലേക്ക് പോകാനുള്ള ചില സിറ്റുവേഷൻസുകൾ കണക്റ്റ് ചെയ്ത് വന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു ഫെയിലിയറാണ് സംഭവിച്ചിരിക്കുന്നത്, പരാജയപ്പെട്ടാണ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിലേക്ക് ചേരാൻ അല്ലെങ്കിൽ അവരാഗ്രഹിച്ച പോലെ അവർക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയി ഒരു ചീറ്റിംഗ് പ്രസൻസ് ഉണ്ടായതായിട്ടാണ് കാണുന്നത്. ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് കറൻറ്റ് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിൽക്കുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്കേജിലാണ് കേട്ടോ. അവിടെ ഒരു ഹാപ്പിനെസ്സിലല്ല, അവർ പ്രതീക്ഷിച്ച അത്രയും ഒരു പോസിറ്റിവിറ്റി അവർക്ക് അവിടെ നിന്നും ലഭിച്ചില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.